ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഈ ചാനലിൽ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. വെഞ്ഞാറമൂട് അഫാനെ സംബന്ധിച്ച ഒരു എപ്പിസോഡായിരുന്നു. അഫാൻ അത്യാസന്ന നിലയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുള്ളതും അദ്ദേഹം ICUവിലാണ് എന്നുള്ളതുമൊക്കെ ചേർത്തുകൊണ്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. അതിൽ ഇപ്പോഴത്തെ അഫാൻ്റെ അവസ്ഥയിൽ ആ അഫാൻ്റെ ഉമ്മ അഫാനെ പോയി കാണുന്നത് വളരെ ഉചിതമായിരിക്കും എന്ന ഒരു നിലപാടിനെ കാണിച്ചുകൊണ്ടുള്ള എപ്പിസോഡായിരുന്നു അത്. ഏകദേശം 2,17,000 പേരാണ് ആ എപ്പിസോഡ് കണ്ടത്. നിരവധി കമൻറ്റുകളും ആ എപ്പിസോഡിന് താഴെ വന്നിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഒരു അഭിഭാഷകനാണ് ഞാൻ, പക്ഷേ എൻ്റെ കണ്ണുകൾ പോലും നിറയിച്ച നിരവധി കമൻറ്റുകൾ ആ എപ്പിസോഡിന് താഴെ വന്നതുകൊണ്ടാണ് അതുമാത്രം പറയാനായി ഒരു എപ്പിസോഡ് ചെയ്യണമെന്ന് ഞാൻ സ്വയം തീരുമാനിച്ചത്. കാരണം നമ്മളൊക്കെ മനുഷ്യരാണ്, സാധാരണ മനുഷ്യരാണ്. അഫാൻ ചെയ്തത് ക്രൂരതയാണ്, മാപ്പില്ലാത്ത കുറ്റമാണ്. സ്വന്തം ബന്ധുക്കളെ മാത്രമല്ല, സ്വന്തം അനുജനെ വരെ കൊലപ്പെടുത്തിയവരാണ്. ഒരു നിഷ്കളങ്കയായ കാമുകിയെ അയാൾ കൊലപ്പെടുത്തിയതാണ്. പെറ്റ ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ആളുമാണ്. പക്ഷേ പൂജപ്പുര സെൻട്രൽ ജയിലിൽ വെച്ച് അയാൾ സ്വയം ഇല്ലാതാകാൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാളെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചതും ഇപ്പോൾ വെന്റിലേറ്ററിൽ നിന്നും ഇപ്പോൾ മാറ്റി എന്നുള്ള വിവരം അറിയുന്നതും. പക്ഷേ ഈ ദാരുണമായ സ്ഥിതിയിലും ആ ഉമ്മ പോയി മകനെ കാണുന്നത് നല്ലതല്ലേ എന്ന ചിന്തയാണ് ആ എപ്പിസോഡിലൂടെ പങ്കുവച്ചത്. പക്ഷെ അതിൻ്റെ താഴെ വന്ന കമൻറ്റുകളാണ് വളരെ സങ്കടമുണ്ടാക്കിയത്. കാരണം മാതൃഹൃദയത്തിൻ്റെ വേദന മനസ്സിലാക്കാൻ കഴിഞ്ഞ വ്യക്തികളാണ് അതിന് താഴെ കുറിപ്പിട്ടത്. അമ്മമാരാണ്. ഏറ്റവും കൂടുതൽ അമ്മ മനസ്സുകളുടെ തേങ്ങലുകളാണ് ആ എപ്പിസോഡിൻ്റെ താഴെ വന്ന കമൻറ്റുകളിൽ നിന്നും കാണാൻ കഴിഞ്ഞത്. ജാതിമത ഭേദമില്ലാതെ നിരവധി ആളുകൾ, നിരവധി സ്ത്രീകൾ, വനിതകൾ, അമ്മമാരൊക്കെയാണ് അവരുടെ സങ്കടം പങ്കുവച്ചത്. അതിൽ ഹൃദയസ്പർശിയായി തോന്നിയ ചില കമൻറ്റുകളാണ് ഞാൻ വായിക്കുന്നത്. കാരണം അത് വായിച്ചില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഒരു അപരാധമാണെന്നുള്ള തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അഫാനെയൊന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനൊന്നുമല്ല ഈ എപ്പിസോഡ്. അമ്മ മനസ്സിൻ്റെ തേങ്ങലുകൾ എത്ര തീവ്രമാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ഇപ്പോൾ ഈ വന്നിരിക്കുന്ന സുജാതയുടെ ഒരു കമൻ്റാണ്. സത്യം പറഞ്ഞ ആ എപ്പിസോഡിൽ പറഞ്ഞതൊക്കെ സത്യം. അതാണ് അമ്മ. ആ ഹൃദയം നീറുന്നുണ്ടാകും, അത് ഉറപ്പാണ്. ആ മകനെ ഉമ്മയെ കൊണ്ട് കാണിക്കണമായിരുന്നു. കാരണം ഞാനും ഒരു അമ്മയാണ്. മാതാവിൻ്റെ വേദന ഒരു മാതാവിനെ അറിയൂ എന്നാണ് സുജാത എഴുതിയിരിക്കുന്നത്. ഇനി മറ്റൊരു കമൻറ്റ് സുഹറാൻ ബു എന്ന് പറഞ്ഞ വ്യക്തിയുടെയാണ്. ഉമ്മയെപ്പറ്റി പറഞ്ഞ സാറിനൊരു ബിഗ് സല്യൂട്ട്. അമ്മമാരുടെ മനസ്സ് അങ്ങനെയാണ്. സന്തോഷ് എഴുതുന്നു, ആ ഉമ്മയും ഉപ്പയും അവനെ ഒന്ന് കണ്ടോട്ടെ പ്ലീസ്. അവരുടെ ഹൃദയം പിടയ്ക്കുന്നുണ്ടാവും, പ്രത്യേകിച്ചും ആ ഉമ്മയ്ക്ക്. ഫാത്തിമ എഴുതുന്നു, ആ മാതാപിതാക്കൾക്ക് മനസ്സമാധാനം കൊടുക്കട്ടെ എന്നുള്ളതാണ്. സൽമ എഴുതുന്നു, ഉമ്മയും ഉപ്പയും എത്രയും വേഗം അവിടെ പോകണം. ശത്രുവായാലും ഈ അവസ്ഥയിൽ ക്ഷമിക്കണം. ഒരുപക്ഷെ ബാക്കിയുള്ള ജീവൻ വിട്ടുപോകാത്തത് ഉമ്മയെ കാണാൻ വേണ്ടി മാത്രമായിരിക്കും. ആ സ്വരം കേട്ട് ഒരു നോക്ക് കണ്ടാൽ മനസ്സുകൊണ്ട് അവൻ മാപ്പ് ചോദിച്ച് വിട പറയും എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ക്ഷമിക്കാൻ കഴിയുന്ന തെറ്റല്ലെങ്കിലും ക്ഷമിക്കുന്നവൻ്റെ കൂടെയാണ് അള്ളാഹു എന്നാണ് ആ കമൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. സീനത്ത് എഴുതുന്നു, സർവമനുഷ്യത്വമുള്ള ഒരു നീതിമാൻ ആണ് സാർ. അതുകൊണ്ടാണ് സാറിനിങ്ങനെ തോന്നിയത്. ആയതിനാൽ ആ മാതാപിതാക്കൾക്ക് മകനെ കാണാനുള്ള സൗകര്യം സാർ ഇടപെട്ട് ഉണ്ടാക്കി കൊടുക്കണം എന്നാണ്. പിതാവ് കാണണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സും മകൻ്റെ അവസ്ഥ ഓർത്ത് നീറുന്നുണ്ടാകും. അവർ ആരോട് പറയാനാണ്? സർവശക്തൻ അവർക്ക് ക്ഷമ കൊടുക്കട്ടെ. ഇനിയും വരുന്ന കമൻറ്റുകളുടെ എണ്ണം ചെറുതൊന്നുമല്ല, വളരെ കൂടുതലാണ്. മാതൃഹൃദയം തേങ്ങുന്നു എന്ന് പറയുന്ന ആമിനയുടേതാണ്.
അള്ളാഹു ഒരു ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഇങ്ങനെ ഒരു വിധി കൊടുക്കരുതേ എന്ന് ഖദീജ എഴുതുന്നു. അതുപോലെ മോനൂസ് എഴുതുന്നു, സാർ പറഞ്ഞതാണ് സത്യം, ഞാനും ഒരു മാതാവാണ്, സാറിനോട് സ്നേഹം മാത്രം, അവസരം കൊടുക്കണേ കാണാൻ എന്നാണ് എഴുതിക്കുന്നത്. ഇനി അതുപോലെ തന്നെയാണ് ഈ മൈ ട്രിക്സ് ആൻഡ് ടിപ്സ്, സാർ പറഞ്ഞത് ശരിയാണ്. കാരണം അമ്മ മനസ്സൊരിക്കലും മക്കളെ തള്ളിക്കളയാൻ പാകത്തിൽ ക്രൂരമാകാൻ കഴിയില്ലല്ലോ. ഹസീന എഴുതുന്നു, ഇത് കേൾക്കുന്ന നമ്മൾക്ക് തന്നെ മനസ്സ് പൊട്ടുന്നു, ദൈവം ആ കുട്ടിക്ക് എന്താണോ നല്ലത് അത് വിധിക്കട്ടെ എന്നാണ് ആ കുട്ടി എഴുതുന്നത്. ഇനിയും കുറേ എഴുതിയിട്ടുണ്ട്, എല്ലാം ഞാൻ വായിക്കുന്നില്ല, കാരണം വായിച്ചാൽ എൻ്റെ കണ്ണ് തന്നെ നിറഞ്ഞു പോകുമെന്നുള്ളത് കൊണ്ടാണ്. സുമിജ എഴുതുന്നു, ഉമ്മ മനസ്സ് അങ്ങനെയാണ്, എല്ലാ മക്കളെയും കാത്തു രക്ഷിക്കണേ, ഇങ്ങനെയൊരു ഗതി ആർക്കും വരുത്തരുതേ നാഥ. അഫ്രിൻ എഴുതുന്നു, ആ ഉമ്മയുടെയും വാപ്പയുടെയും ഹൃദയം വിങ്ങിപ്പൊട്ടുന്ന അവസ്ഥയിലായിരിക്കും, സമൂഹത്തെ പേടിച്ചിട്ടാണ് അവർ കാണാൻ മുതിരാത്തത്, പ്രസവിക്കുമ്പോൾ അറിയുന്നില്ലല്ലോ മക്കൾ ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന്. എല്ലാവരും ആ മാതാപിതാക്കൾക്ക് ആ മോനെ കാണാൻ അവസരമുണ്ടാക്കി കൊടുക്കണം, അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ദൈവം തന്നെ കൊടുത്തുകൊള്ളും, കഞ്ചാവും മയക്കുമരുന്നും നശിപ്പിച്ച ജീവിതങ്ങളായിപ്പോയില്ലേ. സുബൈദ എഴുതുന്നു, സാർ പറഞ്ഞത് 100% ശരിയാണ്. ആബിദ എഴുതുന്നു, സങ്കടത്തോടെ അല്ലാതെ കേൾക്കാൻ കഴിയില്ല, ഒരു മക്കൾക്കും ഇതുപോലൊരവസ്ഥ വരാതിരിക്കട്ടെ, എല്ലാവർക്കും മാപ്പ് കൊടുക്കണേ. 81 പേരാണ് അത് ലൈക്ക് ചെയ്തതായി കാണുന്നു. ബുഷ്ര എഴുതുന്നു, ശരിയാണ്, ഉമ്മയും ബാപ്പയും പോയി, ഒരു നോക്കെങ്കിലും അവനെ കാണണം, അവൻ സമാധാനത്തോടെയെങ്കിലും മരിക്കട്ടെ എന്നാണ് എഴുതുന്നത്. ഇത് വായിക്കുകയാണെങ്കിൽ ഇനിയുമുണ്ട് പ്രധാനപ്പെട്ട ഒരുപാട് നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഒരുപാട് കമൻറ്റുകളാണ് വന്ന് നിറയുന്നത്. ഈ റജിം എഴുതുന്നു, സാർ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്, അവരവർക്ക് സംഭവിച്ചാൽ മാത്രമേ അതിൻ്റെ വിഷമം മനസ്സിലാവുകയുള്ളൂ. ഈ മിഹിജ എഴുതുന്നു, ഉമ്മയും ബാപ്പയും പോയി കാണണം സാർ, അതൊരു ആശ്വാസമാകും രണ്ടാൾക്കും, അതുവഴി നമ്മൾക്കും അറിയാം ആരാണ് എന്താണ് സംഭവിച്ചത് എന്ന്. മൈ ദിലീപ്സ് എഴുതുന്നു, അഫാൻ ക്രിമിനൽ പശ്ചാത്തലമുള്ളവനായിരുന്നില്ല, എന്തോ അവൻ്റെ ഒരു നിമിഷത്തെ മനസ്സിൻ്റെ ചാഞ്ചാട്യം കൊണ്ട് സംഭവിച്ച ആകും, ജീവിച്ചാലും അവൻ ഇനി ആത്മഹത്യ തുടരുമല്ലോ. സിനാൻ എഴുതുന്നു, കടം കൊണ്ട് നിവർത്തിയില്ലാതെ ചെയ്തു പോയി, ആ മോന് നല്ല കുറ്റബോധമുണ്ട്, അത് കാണുന്നത് റബ്ബാണ്, പടച്ചവൻ്റെ തീരുമാനം മറ്റാർക്കും മാറ്റാൻ കഴിയില്ലല്ലോ, ഉമ്മാനെ പോലെ തന്നെ വാപ്പാക്കും കാണണമെന്നുണ്ടാകും, പക്ഷേ ചെറിയ മകനെ കൊന്നത് മനസ്സിൽ നിന്ന് പോകുന്നുണ്ടാവില്ല, മക്കൾ ഇല്ലാതായിട്ട് ദുനിയാവിൽ എന്ത് ജീവിതം, നാളാഖിറത്തിൽ പടച്ചവൻ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടട്ടെ, ആ ഉമ്മാക്കും വാപ്പാക്കും സമാധാനവും ശാന്തിയും ഉണ്ടാകട്ടെ. കൊയ്റാമൽ ലത്ത് എഴുതുന്നു, സാറിൻ്റെ വാക്കുകൾ കേട്ട് ഞാൻ കുറേ കരഞ്ഞു, എൻ്റെ സാറിന് 1000 അഭിനന്ദനങ്ങൾ. ഇനി മോമുനു എഴുതുന്നു, സാർ പറഞ്ഞതിനോട് പൂർണ്ണമായും യോജിക്കുന്നു, അതുകൊണ്ട് മാതാപിതാക്കൾ ഹോസ്പിറ്റലിൽ പോയി ഒരു മുത്തം കൊടുക്കണം, എന്നിട്ട് അവന് പുറത്തു കൊടുക്കാൻ ദുആ ചെയ്യണം. 22 വയസ്സ് വരെ ഒരു പാവമായിരുന്ന ഒരു മകൻ ലഹരിയോ അല്ലെങ്കിൽ മറ്റ് സാഹചര്യമോ അല്ലെങ്കിൽ ഭീഷണിയോ ആയിരിക്കും ഈ തെറ്റ് അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. ഇപ്പോൾ നിസ്സഹായാവസ്ഥ അല്ലേ, പൊരുത്തപ്പെട്ട് കൊടുക്കണേ, ദുനിയാവ് ഏതായാലും നഷ്ടമല്ലേ, പാവമല്ലേ, 22 വയസ്സല്ലേ. ഹാഷിം എഴുതുന്നു, ഹാഷിം പള്ളം, നമ്മളെ എല്ലാവരെയും പൊന്നുമക്കൾക്ക് നല്ലത് കൊടുക്കട്ടെ, കണ്ണ് നിറയാതെ കാണാൻ പറ്റുന്നില്ല. റസിയ എഴുതുന്നു, ഉമ്മയും ഉപ്പയും അവനെ കാണണം, അവൻ മരണത്തോട് മല്ലിടുന്നു, അവന് മാപ്പ് കൊടുക്കൂ, ഒരു ഇറ്റി വെള്ളം അവന് കൊടുക്കൂ, അവൻ മരണപ്പെട്ടാൽ ഒരിക്കലും നിങ്ങൾ കാണാതെ പോയില്ലല്ലോ എന്നുള്ള സമാധാനം നിങ്ങൾക്ക് കിട്ടില്ല, പ്ലീസ് നിങ്ങൾ അവനെ ഒരു നോക്ക് കാണാൻ പോകൂ, ഞാനും ഒരു ഉമ്മയാണ്, സഹിക്കാൻ കഴിയുന്നില്ല, ക്ഷമിക്കുന്നവൻ്റെ കൂടെയാണ് പടച്ചവൻ. ഇനി ഹുസൈനം എഴുതുന്നു, 100 പേരെ കൊന്നവർക്കും അള്ളാഹു പുറത്തു കൊടുത്ത സംഭവം പ്രവാചകൻ പറഞ്ഞത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അള്ളാഹു എല്ലാവർക്കും പാപമോചനം നൽകട്ടെ. ഖദീസത്ത് എഴുതുന്നു, ആ മാതാപിതാക്കൾക്ക് ആ മകനെ കാണാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, മാതാപിതാക്കളുടെ കൽബിന് അള്ളാഹ് ധൈര്യം കൊടുക്കട്ടെ. സജീന എഴുതുന്നു, അതെ, ആ മകന് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. റംല എഴുതുന്നു, ആ ഉമ്മയും ഉപ്പയും മോനെ പോയി ഒന്ന് കാണണം, അവന് മാപ്പ് കൊടുക്കണം,
ക്ഷമിക്കുന്നവൻ്റെ കൂടെയാണ് അള്ളാഹു എന്നുള്ളതാണ്. ഈ പറഞ്ഞ കമൻറ്റുകൾക്കൊക്കെ താഴെ 50ഉം 40ഉം 49ഉം 100ഉമൊക്കെയാണ് ലൈക്ക് വന്നിട്ടുള്ളത്. പൊന്നൂസ് എഴുതുന്നു, അവൻ പോയി കഴിഞ്ഞാൽ ഒന്ന് പോയി കണ്ടില്ലല്ലോ എന്ന ദുഃഖം അവരുടെ മരണം വരെ വേട്ടയാടും. അവൻ എന്തെല്ലാമോ അവരോട് പറയാനുണ്ടാകും. ഒരു വിളിക്കായി കാത്തിരിക്കുന്നുണ്ടാകും അവൻ. പ്രേമൻ എഴുതുന്നു, ദൈവമേ ഒരു അമ്മയ്ക്കും അച്ഛനും ഈ വിധി വരുത്തല്ലേ എന്നുള്ളതാണ്. സൈന എഴുതുന്നു, സാറേ വീഡിയോ കണ്ട് ഞാനും ഒരു അമ്മയാണ്, എനിക്കും ഇത് കാണാൻ കഴിയുന്നില്ല. സ്വന്തം മക്കൾ വെന്റിലേറ്റർ കിടക്കുന്ന ഒരവസ്ഥ താങ്ങാൻ കഴിയില്ല. അഫാൻ്റെ ഉമ്മ പാവം എത്ര മനസ്സുരുകി നീറുന്നുണ്ടാവും. അള്ളാഹുവെ, ഇങ്ങനെ ഒരു അവസ്ഥ ഭൂമിയിൽ ഒരാൾക്കും വരുത്തല്ലേ റബ്ബേ. അവരുടെ മോനെ കാണാനും ഒഴിവാക്കാനും കഴിയാത്തൊരവസ്ഥ അള്ളാഹുവെ നിന്നെ ഏൽപ്പിക്കുന്നു. ആ മാതാപിതാക്കൾക്കൊരു സമാധാനം കൊടുക്കണേ. ഹാജറ എഴുതുന്നു, സാർ പറഞ്ഞത് വളരെ ശരിയാണ്. മോനൂസ് എഴുതുന്നു, ഉമ്മാക്ക് കാണാൻ അവസരം കൊടുക്കണം. തങ്കമണി എഴുതുന്നു, സാർ പറഞ്ഞത് 100% ശരിയാണ്. ജമീൽ എഴുതുന്നു, മനസ്സിൽ കാണണമെന്നുണ്ടാകും. ജനങ്ങളെ പേടിച്ചിട്ടാവും ആ പാവം ഉമ്മ. എൻ്റെ കണ്ണ് നിറഞ്ഞു സാറേ. ഉമ്മ ആ മകന് പുറത്ത് കൊടുക്കട്ടെ. അൻസിൽ എഴുതുന്നു, സാർ പറഞ്ഞത് 100% സത്യമാണ്. മോളി എഴുതുന്നു, സാർ പറഞ്ഞത് ശരിയാണ്. ഷെറീന എഴുതുന്നു, അതെ, ആ ഉമ്മയ്ക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് പോയി കാണട്ടെ, അതിനുള്ള അവസരം എല്ലാവരും കൊടുക്കണം. സഹീറ എഴുതുന്നു, എനിക്കുണ്ട് ഈ പ്രായമുള്ള മോൻ. എനിക്ക് അഫ്വാൻ്റെ കാര്യം ഓർക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം. ഒരിക്കലും പറയാൻ പറ്റാത്ത അത്രയും സങ്കടം ഉണ്ട്. ഞാൻ കുറേ കരഞ്ഞിട്ടുമുണ്ട്. എപ്പോഴും അവനെ ഓർത്ത് കണ്ണുനീർ മാത്രം ഉള്ള എനിക്ക് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് അവന് വേണ്ടി. അവനെ പോയി കാണാനും ആശ്വസിപ്പിക്കാനും തോന്നുന്നു. അള്ളാഹു എല്ലാം അറിയുന്നവനല്ലേ. അതിനും നിരവധി ആളുകൾ ആ കമൻറ്റുകളൊക്കെ ലൈക്ക് ചെയ്തിട്ടുണ്ട്. ലിലിയാൻ എഴുതുന്നു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ജയക്സൻ എഴുതുന്നു, ഇനി ജീവൻ തിരിച്ചു കിട്ടിയാലും സമൂഹം അവനെ അങ്ങനെയല്ലേ കാണുള്ളൂ. ആ ഉമ്മാൻ്റെ വിളിയും പ്രതീക്ഷിച്ച് നിൽക്കുന്നതാണെങ്കിലോ. നിഷാദ് എഴുതുന്നു, സത്യം ശരിയാണ്, പടച്ചോൻ പുറത്തു കൊടുക്കട്ടെ. സൗധ ഒന്നും എഴുതുന്നില്ല, സാർ എന്ന് മാത്രം എഴുതി നിർത്തുന്നു. അതിൽ നിന്ന് എല്ലാം വ്യക്തവുമാണ്. ഗിരി എഴുതുന്നു, നമ്മുടെ സമൂഹം കുറേ വിലക്കുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവർ പോയി കാണണം. മനസ്സുകൊണ്ടെങ്കിലും ക്ഷമിക്കണം. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം താങ്ങാൻ എല്ലാവർക്കും ഒരിക്കലും കഴിയില്ലല്ലോ. പൊന്നൂസ് എഴുതുന്നു, എല്ലാം വായിക്കുന്നില്ല ഞാൻ, കാരണം പൊന്നൂസ് വേറെയും ചില കമൻറ്റുകൾ നേരത്തെ എഴുതിയത് വായിച്ചത് കൊണ്ടാണ്. സനഫാത്തിമ എഴുതുന്നു, മനസ്സിൽ അവർ അവനെ ഇപ്പോഴും വെറുത്ത് കാണില്ല, കാരണം അവർ അമ്മയല്ലേ. ഹഫ്ന എഴുതുന്നു, നമ്മുടെ 4-ാം മാസത്തിൽ എല്ലാം കണക്കാക്കും. നമ്മുടെ മക്കളെയും നമ്മളെയും അള്ളാഹു കാക്കട്ടെ എന്നുള്ളതാണ്. റദീസ് എഴുതുന്നു, സാർ പറഞ്ഞത് വളരെ ശരിയാണ്, ഞാനും ഒരു സ്ത്രീയാണ്, നമുക്കെല്ലാം പൊറുക്കാനും മറക്കാനും കഴിയും. ആ ഉപ്പാക്കും ഉണ്ടാവും ഉള്ളിൽ ആഗ്രഹം, പക്ഷേ നാട്ടുകാർ എന്തൊക്കെ പറയണം എന്ന് വിചാരിച്ച് ഉള്ളും നീറി ജീവിക്കുന്നതായിരിക്കും. പാവം അള്ളാഹു, എന്തിനാണ് റബ്ബേ അവർക്ക് നീ ഈ വിധി കൊടുത്തതിന് നീ അവർക്ക് ക്ഷമ കൊടുക്കണമേ. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് സാനു എഴുതുന്നു. ഫിദ വെൽസഡ് എന്ന് എഴുതുന്നു. ആബിദ പുറത്തു കൊടുക്കട്ടെ എന്ന് എഴുതുന്നു. ഫാത്തിമ, അവർ കാണാൻ ആഗ്രഹമുണ്ടാകും, പക്ഷേ കുടുംബക്കാരുടെ പ്രതികരണം പേടിച്ചിട്ട് ആയിരിക്കും കാണാത്തത് എന്ന് എഴുതുന്നു. ജയക്സൻ എഴുതുന്നു, ശരിയാണ് സാറേ, ഈ അവസ്ഥയിൽ അവർക്കൊന്ന് പോയി കാണാമായിരുന്നു. ചിലപ്പോൾ അവർ കണ്ട് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ കിടത്തുന്നത്. ഞാനും ഒരു പേരൻ്റ് ആണ്. നദീറ എഴുതുന്നു, എല്ലാവർക്കും സമാധാനം കൊടുക്കട്ടെ. തങ്കമ്മ എഴുതുന്നു, ദൈവമേ ഒരു കുടുംബത്തിനും ഇങ്ങനെ ഒരു ദുർവിധി ഉണ്ടാകാതെ കാത്തു കൊള്ളണേ എന്നുള്ളതാണ്. സുബൈദ് എഴുതുന്നു, സാർ പറയുന്നത് സത്യമാണ്, ഞാൻ 2 മക്കളുടെ അമ്മയാണ്. എല്ലാ വേദനയും സഹിച്ച് ആ മാതാപിതാക്കൾ കാണണമെന്ന് പറഞ്ഞാൽ എന്താവും എന്ന് പേടിച്ചിട്ടായിരിക്കും എന്നുള്ളതാണ്. ഇനി കമൻറ്റുകൾ ഇനിയും കൂടുതൽ വായിച്ചാൽ ഒരുപാട് സമയം പോകും. നിരവധി പേരാണ്. സീനത്ത് എഴുതുന്നു, മുഹമ്മദ് എഴുതുന്നു, അങ്ങനെ നിരവധി പേരാണ്. ഷെയ്ഖ എഴുതുന്നു, ഫൗസി എഴുതുന്നു, ഹൊറർ മൂവീസ് എഴുതുന്നു, സാജിദ എഴുതുന്നു,
റസീൻ എഴുതുന്നു, ഖദീജ എഴുതുന്നു, ജാസ്മിൻ എഴുതുന്നു, ഗീത എഴുതുന്നു, ഷംല എഴുതുന്നു, ഫലഹ് എഴുതുന്നു, ലുന എഴുതുന്നു, ഖദർനിസ എഴുതുന്നു, റൈസി മുസ്തഫ എഴുതുന്നു, നസീമ മജീദ് എഴുതുന്നു, യൂസർ എഴുതുന്നു, ശ്രീബാല എഴുതുന്നു, ഹഫ്സത്ത് എഴുതുന്നു, അതേപോലെ ഖൈറുന്നുസ വീണ്ടും എഴുതുന്നു, മയുമിസ് എഴുതുന്നു, KL14 എന്ന് പറയുന്ന വ്യക്തി കണ്ണുനീർ കൊണ്ടെഴുതി എനിക്ക് എഴുതാൻ പറ്റുന്നില്ല, ഒന്ന് പോയി അവനെ കാണുക, ക്ഷമിക്കാൻ ഭൂമിയോളം മാതാവിനെ കഴിയൂ എന്നുള്ളതാണ്. അതുപോലെ സുഹറാബായി എഴുതിയിരുന്നു. ഇതിങ്ങനെ നിരവധി ആളുകൾ, എല്ലാവരുടെയും പേര് വായിക്കാൻ ഒരുപാട് സമയമെടുക്കുമോ എന്നുള്ളതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. എന്തായാലും ആ എപ്പിസോഡിൽ ഞാൻ ഉള്ളു തൊട്ടുകൊണ്ട് പറഞ്ഞ വിവരങ്ങളാണ്. അഫാൻ എന്തെല്ലാം കുറ്റകൃത്യം ചെയ്താലും ഒരു 23 വയസ്സുകാരനാണ്. അയാൾ ചെയ്തതിന് നമുക്ക് പൊറുക്കാൻ കഴിയാത്ത തെറ്റാണ് അയാൾ ചെയ്തത്. അയാൾ ചെയ്യാനിടയായ സാഹചര്യം കൂടി നമ്മൾ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടായിരിക്കണം അയാളെ പഴി പറയാനുള്ളത്. എന്ത് സാഹചര്യമുണ്ടെങ്കിലും ചെയ്യാമോ എന്ന് ചോദിച്ചാൽ പാടില്ല എന്ന് തന്നെ പറയും, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു പോകും. ആ സാഹചര്യങ്ങളെക്കുറിച്ച് മുൻപ് എപ്പിസോഡിൽ വിവരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ വൈകാതെ തന്നെ അഫാനെ കാണാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു. അതിനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അഫാനെ മാതാപിതാക്കളെങ്കിലും നേരിൽ കാണാൻ ശ്രമിക്കുന്നുണ്ട്. അത് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് എപ്പിസോഡായി ഈ ചാനലിൽ അവതരിപ്പിക്കും. മനസ്സ് അലിവുള്ള ഒരുപാട് മനുഷ്യർ നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ എപ്പിസോഡിനെ തുടർന്ന് വന്ന പ്രതികരണങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എന്നെ വല്ലാതെ സ്പർശിച്ചു. നമ്മുടെ ജനം, നമ്മുടെ പൊതു മനസ്സാക്ഷി എന്ന് പറയുന്നത്, സമൂഹ മനസ്സാക്ഷി എന്ന് പറയുന്നത് തെറ്റ് ചെയ്യുമ്പോൾ തെറ്റാണെന്ന് പറയുകയും യഥാർത്ഥത്തിൽ അതിന് തുടർന്ന് വരുന്ന ഇത്തരം സങ്കടകാര്യങ്ങൾ, ഒരു മനുഷ്യ ജീവൻ പിടയ്ക്കുമ്പോൾ അമ്മയും അച്ഛനുമൊക്കെ ആ മനുഷ്യനെ പോയി കണ്ടില്ലല്ലോ എന്ന് സങ്കടപ്പെടുന്നത് നല്ല മനുഷ്യരുടെ ലക്ഷണമാണ്. നല്ല മനുഷ്യർക്ക് അങ്ങനെയൊക്കെ പ്രതികരിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. മനസ്സ്, പ്രത്യേകിച്ച് അമ്മ മനസ്സ് എപ്പോഴും അലിവുള്ളതായിരിക്കും. എത്രയൊക്കെ കുറ്റം പറഞ്ഞാലും ചെയ്തതും അതാണ്. സ്വന്തം മകനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് കട്ടിലിൽ നിന്ന് വീണെന്ന് അവർ പലവട്ടം നുണ പറഞ്ഞത്. അവർ മകൻ തന്നെ മാത്രമായിരിക്കും ഇത് ചെയ്തതെന്ന് കരുതിയിട്ടാണ് അവർ പറഞ്ഞത്. ഈ മകൻ ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം മകനാണ്. അവൻ എന്ത് തെറ്റുകളും കുറ്റങ്ങളും ചെയ്താലും അമ്മ മനസ്സൊരിക്കലും മക്കൾക്ക് മാപ്പ് കൊടുക്കാതിരിക്കില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ഇവിടെ പല ആളുകളും കമൻറ്റ് ചെയ്തതുപോലെ അവരുടെ ഉള്ളിടം നീറുന്നുണ്ടാവും. ആ പിതാവിനും മാതാവിനും ഇനി എന്ത് ജീവിതം? ആ മകൻ, ഇളയവൻ പോയി, മൂത്ത മകൻ്റെ സ്ഥിതി ഇതാണ്. അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നെരിപ്പോടായി മാറിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ആ സങ്കട ജന്മങ്ങൾക്ക് മനസ്സുകൊണ്ടെങ്കിലും ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. ആ ധർമ്മമാണ് ഈ കമൻറ്റ് ബോക്സിലൂടെ കണ്ണീരായും വേദനയായും പലരും പങ്കുവച്ചത്. അതിനോട് ഞങ്ങളും മനസ്സ് ചേർത്ത് വയ്ക്കുന്നു. നന്ദി.